ഹലോ, പ്രിയാസന ശ്രീ വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് എന്താണെന്നറിയാം, നമ്മുടെ പശുത്തൊഴുത്തും പശുക്കുട്ടികളെയൊക്കെയാണ്. കുറച്ച് നാളായില്ലേ നമ്മുടെ പശു മാമകളെയൊക്കെ കണ്ടിട്ട്. നമ്മുടെ ആ പഴയ നിങ്ങൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ള ഒരു കിടാവ് പശുവാണിത്. ഇത് വളർന്ന് ഇപ്പം ചന പിടിച്ചു, അത് പ്രസവിച്ചു. ഇതിൻ്റെ കുട്ടിയാണിത്. നല്ലൊരു പുള്ളിക്കിടാവിനെയാണ് ഞങ്ങൾക്ക് കിട്ടിയേക്കുന്നത്. അപ്പം നമ്മുടെ വീട്ടിൽ തന്നെ വളർത്തിയെടുത്ത ഒരു കിടാവ് പ്രസവിച്ചതാണ് കേട്ടോ ഇത്. അപ്പം ഇവളുടെ വിശേഷങ്ങളും ഇവളുടെ ഒരു പശുക്കറവയും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ കാണിക്കുന്ന. അമ്മതാ കണ്ടോ, കസേരയൊക്കെ സ്റ്റൂളൊക്കെ ഇട്ടിരുന്ന് അവളെ കറക്കാണ്. വഴക്കൊന്നുമില്ല കേട്ടോ, ഒരു വഴക്കില്ല. പിന്നെ ആ വാലെന്തിനാ കെട്ടി വെച്ചിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ വാലിട്ട് അടിക്കും. അടിച്ചമ്മയുടെ മോന്തയ്ക്കൊക്കെ ചാണകം തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒന്ന് കെട്ടി വെച്ചിട്ടേ ഉള്ളൂ. അമ്മ പണ്ടത്തെ രീതിയിലൊക്കെ പശുവിനെയൊക്കെ കറക്കുന്നത് പണ്ട് അമ്മ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ കുഞ്ഞു പാത്രങ്ങളൊക്കെ തന്നെ. അതായത് അമ്മ ഒരുപാട് വർഷങ്ങൾക്ക് അമ്മയുടെ ഇന്നിപ്പോൾ അമ്മയ്ക്ക് 61-62 വയസ്സുണ്ട്. അമ്മയുടെ ചെറുപ്പകാലത്ത്, അതായത് അമ്മ ഒരു 17-18 വയസ്സ് തൊട്ട് പശുക്കളെ വളർത്തുന്ന ആളെ കേട്ടോ. അന്ന് സമയത്ത് ഉപയോഗിച്ചിരുന്ന കോപ്പയൊക്കെ കണ്ട, ആ കോപ്പ കണ്ടാൽ അറിയാം, അതൊരു കുഞ്ഞു കോപ്പയാണ്. അപ്പോൾ അതിനകത്തിൽ ഇങ്ങനെ കൈകൊണ്ട് പിടിച്ച് കറന്ന് അത് ആ കുഞ്ഞൊരു പാത്രമുണ്ട്, അതിലോട്ട് ഒഴിച്ച് വെച്ച് അമ്മ ഇന്നും ആ പഴയ ഇതൊക്കെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നല്ല രീതിയിൽ എല്ലാം അമ്മ അത് ക്ലീനായിട്ട് വെച്ച് അങ്ങനെ നല്ല രീതിയിൽ എല്ലാ പഴമയുടെ ഇതെല്ലാം അമ്മ ഇപ്പോഴും കൊണ്ട് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇപ്പോഴത്തെ കാലത്ത് എൻ്റെയൊക്കെ വീട്ടിലാണ് ഇപ്പോൾ വലിയ പ്ലാസ്റ്റിക് കോപ്പയൊക്കെ പിടിച്ച് അതിനകത്തിലൊക്കെ കറന്നെടുക്കുന്നത്. പക്ഷെ അമ്മ അങ്ങനെയല്ല കേട്ടോ. അത് കണ്ട സ്റ്റീൽ കുഞ്ഞൊരു കോപ്പയാണ്, കണ്ടാൽ നല്ല രസം. നമ്മൾ ചായ കുടിക്കാൻ ഉപയോഗിക്കുന്ന കോപ്പ. അന്നത്തെ സമയത്തൊക്കെ അത് വലിയ കോപ്പയായിരിക്കും, അതുകൊണ്ടായിരിക്കും അതിനകത്ത് ഇങ്ങനെ പശുവിനെ കറന്ന് ഒഴിച്ചു കൊടുക്കുന്നതും. അത് കഴിഞ്ഞ് വേറൊരു കിടാവായത് കേട്ടോ. അവളെ പോലെ തന്നെ ഇരിക്കുന്നില്ലേ കണ്ടിട്ട്, ആ പുള്ളി പശുവിനെ പോലെ തന്നെ. അപ്പം അവളെ ഒന്ന് കുളിപ്പിക്കുക, ചാണകത്തിനകത്ത് കുളിച്ച് നിൽക്കുക. എന്നും കുളിപ്പിച്ചാലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. ഒരുപാട് അമ്മ ഗ്ലൗസ് ഇട്ടേക്കുന്നത് എന്താണെന്നറിയാവോ, ഒരുപാട് മൂട്ട. അപ്പം മൂട്ടയ്ക്ക് മരുന്ന് കൊടുത്ത് തേച്ച് വെച്ച് ഇങ്ങനെ നമ്മൾ തല തൊട്ട് വാല് വരെ ആ മരുന്ന് അപ്ലൈ ചെയ്തിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ അമ്മയെ കുളിപ്പിച്ചല്ല. പക്ഷെ കുളിപ്പിക്കണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്. കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞിട്ടാണ് അത് അപ്ലൈ ചെയ്യേണ്ടത്. അമ്മയ്ക്ക് ഒരു പേടി, കാരണം നക്കുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് ഉള്ളിൽ പോകുമെന്നൊക്കെ പേടി. അമ്മ പശുക്കളുടെ കാര്യത്തിൽ ഭയങ്കര ശ്രദ്ധയാണ്. അപ്പം അതുകൊണ്ട് നമ്മളുടെ ഈ സൗകര്യക്കുറവൊക്കെ കണ്ടാലും കുറ്റമൊന്നും പറയില്ലേ. നമ്മൾ നമ്മുടെ ഉള്ള ചെറിയ സൗകര്യത്തിൽ വെച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കേട്ടോ. അമ്മ പശുവിനെ കുളിപ്പിക്കാൻ ഞാൻ ആ തക്കത്തിന് അവിടെ ചെന്ന് വീഡിയോ ഒക്കെ എടുക്കാം കേട്ടോ. അമ്മ പശുക്കളുടെ കാര്യത്തിൽ ഒന്നിലും എന്നെ ഇടപെടുത്തത്തില്ല കേട്ടോ. കോഴി, ആട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്താലും പശുക്കളുടെ കാര്യത്തിൽ അമ്മ അങ്ങനെ ഇടപെടുത്തത്തില്ല. എന്നെ കൊണ്ട് പാലും കൊണ്ട് പോകാനോ അങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ ഞാൻ ചെയ്യാറുള്ളൂ. ബാക്കിയെല്ലാം പശുവിൻ്റെ കാര്യങ്ങൾ നോക്കുന്നത് അമ്മയും ചേട്ടായും കൂടെ കേട്ടോ. അപ്പം അവളിങ്ങനെ നിൽക്കുകയാണ്. അത് കഴിയുമ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞു തന്നാൽ അമ്മ അവളുടെ കുറച്ച് വിശേഷങ്ങൾ അമ്മയൊന്ന് പറയുമെന്ന് പറഞ്ഞു. അമ്മയെ വിളിച്ച് വരുത്തി ഇവിടെ അടുത്തൊക്കെ നിർത്തും. പക്ഷേങ്കിൽ എന്താണെന്നറിയാം, സൗണ്ട് ഇല്ലാതായിപ്പോയി. ഞാൻ മൈക്ക് എടുക്കാൻ മറന്നുപോയി കേട്ടോ. അപ്പോൾ കൊണ്ട് മൈക്കില്ലാഞ്ഞുകൊണ്ട് സൗണ്ടില്ല. അതുകൊണ്ട് അമ്മയുടെ സൗണ്ടൊന്നും നിങ്ങളെ കേൾപ്പിച്ച് തരുന്നില്ല. എന്നാലും നിങ്ങൾ അമ്മ അവിടെ നിൽക്കുന്നതൊക്കെ ഒന്ന് കണ്ടോ. അമ്മ മറ്റവരുടെ അടുത്തൊന്ന് വന്ന് ഇവിടെ നിൽക്കുവാണ്. അപ്പം നമ്മുടെ കുഞ്ഞു കുഞ്ഞു സൗകര്യങ്ങളായി എത്തിലും കാര്യങ്ങളൊക്കെ കുഞ്ഞു രീതിയിൽ. ഇതിന് മുമ്പേ നിങ്ങൾ എൻ്റെ വീഡിയോസിനകത്തൊക്കെ കണ്ടിട്ടുണ്ടാകും. അപ്പം ഇതാണ് നമ്മുടെ പുതിയ കിടാവ് പശു. എനിക്കിങ്ങനെയുള്ള കിടാക്കളെ ഭയങ്കര ഇഷ്ടം കേട്ടോ. ഒറ്റ കളറിനേക്കായാലും ഒന്നുകൂടി ഇഷ്ടം കിടാക്കളെ. ഇപ്പം നമുക്കിവിടെ 3 പശുക്കളാണുള്ളത്, 3 കറവയുള്ള പശുക്കളും. അതുകൊണ്ട് ആ നിൽക്കുന്ന കിടാവും അമ്മ ഇപ്പോൾ കുളിപ്പിച്ചുകൊണ്ടിരുന്ന ആ കിടാവും അത് കൂട്ടത്തിൽ വിട്ടിട്ടുണ്ട്. ചനയുണ്ടോ എന്നറിയത്തില്ല. അതും പിന്നെ ഈ 3 പശുക്കളുടെയും കുഞ്ഞു കിടാക്കളും. ഇവരെ നോക്കുന്നതെല്ലാം അമ്മയും ചേട്ടായും കൂടെ തന്നെയാണ് കേട്ടോ. അമ്മയും ചേട്ടായും കൂടാണ് ഇവരുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. അമ്മ അവനോട് വർത്താനമൊക്കെ പറയാം. ഞങ്ങളുടെ വീട്ടിലുണ്ടല്ലോ, ഞങ്ങൾ ഭയങ്കര എന്താ വെച്ചാൽ ഇവരെയൊക്കെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ അങ്ങനെ തന്നെയാണ് കൊണ്ട് നടക്കുന്നത്. അല്ലാതെ ഇവർ പശുക്കളാണ് മൃഗങ്ങളാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നൊന്നുമില്ല കേട്ടോ. കുഞ്ഞു കുഞ്ഞു സൗകര്യങ്ങളിലാണെങ്കിൽ പോലും ഇവരെ ഞങ്ങളുടെ കൂടെ തന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഇങ്ങനെ കൊണ്ട് നടക്കുകയാണ്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. ഒത്തിരി നാളായില്ലേ എരുത്തിലും പശുക്കളെയൊക്കെ കണ്ടിട്ട്, അതുകൊണ്ടൊന്ന് കാണിച്ചു തന്ന. വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത്